ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട്, ടോറസ് സൺ സൈൻ, മൂൺ സൈൻ, വീനസ് സൈൻസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ജാനുവരി മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഐ ഹോപ്പ് ഈ പുതിയ വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഹാപ്പിനെസ് കൊണ്ടുവരുമെന്ന്, കുറേ അബണ്ടൻസ് കൊണ്ടുവരുമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രേ ചെയ്യണു. അപ്പോൾ നമ്മൾക്ക് ഈ കൊല്ലത്തിൻ്റെ ആദ്യത്തെ റീഡിംഗ്, മന്ത്ലി റീഡിംഗ് ടോറസിന് വേണ്ടിയിട്ട് നോക്കാം എന്താ മെസ്സേജസ് പറയണമെന്ന്. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിലെ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. ഇതുവരെ നിങ്ങൾ പറഞ്ഞാൽ എന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിന് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് താങ്ക് യു. ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ജാനുവരി മാസത്തിൻ്റെ, ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ മാസത്തിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ എന്താ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ജാനുവരിയുടെ മെസ്സേജ്, നിങ്ങളുടെ ഓവറോൾ എനർജി ജാനുവരിയിൽ ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ആണ്. പാസ്റ്റിൻ്റെ എനർജി നിങ്ങളുടെ ടവറാണ്. കറണ്ട് ജാനുവരിയുടെ എനർജി നിങ്ങളുടെ 8 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോണത് 2 ഓഫ് കപ്സ്. ഞാൻ കാണുന്നത് നിങ്ങളുടെ ചാലഞ്ചായിട്ട് ലവേഴ്സാണ്. നിങ്ങളുടെ അഡ്വൈസ് 4 സോഡ്സ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് വാൻഡ്സ്. ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡ്. അപ്പോൾ ടോറസ്, ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ് ഇത്. കുറേ സ്റ്റേബിൾ എനർജിയാണ് ഇത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ജോലിയുടെ ഓഫർ ആവാം, അതല്ല ഒരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. എന്തായാലും ഇത് കുറേ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന എനർജിയാണ്. അപ്പോൾ ഇതൊരു ലോങ് ടേം എനർജിയാണ്. എന്താണ് ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്? ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട്. എന്താണ് ഈ 7 ഓഫ് സോഡ്സ്? അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് കുറച്ചൊരു നെഗറ്റീവ് എനർജീസ് ഉണ്ട്. ഓക്കെ, ഈ ഏസ് ഓഫ് സോഡ്സിനെ ക്ലാരിഫൈ ചെയ്യണത് 7 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഓഫർ വരണത് കുറേ ഒരു സ്റ്റേബിൾ ഓഫറാണ്. പക്ഷേ ഇതിലെന്തോ ഒരു നിങ്ങൾ ഒരു കാര്യം ഇഗ്നോർ ചെയ്യണ മാതിരി ഒരു എനർജി, ഒരു സെൽഫ് സാബോട്ടാജിങ് എനർജി ഇവിടെ കാണാണ്ട്. ഇപ്പോൾ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അതും റിവീൽ ആവാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഹിഡൻ ഫാക്ടറിൽ വെച്ചാൽ എന്തെങ്കിലും ഒരു നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാച്ചാൽ അതും പുറത്തു വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കിത് മുമ്പേ അറിയുണ്ടായിരുന്നില്ല, ചില കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം ഒരു സിറ്റുവേഷനിൽ ക്ലാരിറ്റി കിട്ടും, എന്തോ ഒരു പുതിയ തുടക്കമുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താ ബാക്കിയുള്ള കാർഡ്സ് പറയണമെന്ന്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജിയിൽ എന്തോ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ലൈഫിലൊരു വലിയ ചേഞ്ച് ഉണ്ടായി. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാവാം. എന്താണ് ഈ വലിയ ചേഞ്ച് ഉണ്ടായത്? ഈ വലിയ ചേഞ്ച് എന്താണെന്ന് വെച്ചാലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായില്ല എന്താണ് ഇപ്പോൾ അടുത്തത് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ഫാമിലി ലൈഫിനെ കുറിച്ചായിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങളുടെ ഫാമിലീനെ എഫക്റ്റ് ചെയ്യണ മാതിരി എന്തോ ഒരു ഫിനാൻഷ്യൽ കാര്യം ഇവിടെ കാണാണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഇൻഹെറിറ്റൻസിൻ്റെ പ്രശ്നമാവാം. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു സിറ്റുവേഷൻ ഫാമിലിയിൽ കണക്ട് ചെയ്യണ സിറ്റുവേഷൻ, നിങ്ങളുടെ ജോലിയാണെന്ന് വെച്ചാലും അത് നിങ്ങളുടെ ഫാമിലീനെ ബാധിക്കണ സിറ്റുവേഷൻ മാതിരി ആയിരുന്നു. എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾ കുറേ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്.
ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുണ്ട്. ആ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ജാനുവരിയിൽ കിട്ടും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫും കരിയറിലും എന്തോ ഒരു സ്റ്റേബിൾ എനർജി വരുന്നുണ്ട്. വേറെ ഒരു ഓഫറും വരുന്നുണ്ട്, നൈറ്റ് ഓഫ് സോഡ്സ്. ഈ ഓഫർ വരണത് ജാനുവരിയിൽ ഉടനെ വരും. പക്ഷേ ഇതൊരു ഇൻഫർമേഷൻ ആവാം, ഒരു ഓഫർ ആവാം. എന്തായാലും ഇവിടെ ഞാനൊരു ഹാർട്ട് ബ്രേക്കാണ് കാണുന്നത്. അപ്പോൾ ഈ ഓഫർ ഇല്ല, ഈ ഇൻഫർമേഷൻ വരണത് ഒരു ഹാപ്പി ന്യൂസ് അല്ല. ഓക്കെ, എന്തോ ഈ ന്യൂസ് വരണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതിൽ നിങ്ങൾക്ക് കുറേ വിഷമം ഉണ്ടാവുന്നുണ്ട്, കുറേ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മാതിരി ഒരു എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാനൊരു ലവ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. കുറേ ലവ് ഉള്ള സിറ്റുവേഷൻ, കുറേ ഒരു മ്യൂച്വൽ ലവ് ഉണ്ട് ഇവിടെ. ഇതൊരു പുതിയ ബിഗിനിങ് ആണ്, പുതിയ പേഴ്സൻ്റെ കൂടെയാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ ഓൺലൈനിലാണ് മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇത് ഒരു നല്ല ഹാപ്പി കണക്ഷനാണ്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്ക് കുറേ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജാനുവരി മാസത്തിൽ റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ചോയ്സ് എടുക്കേണ്ടി വരുന്നുണ്ട്. ഒരു രണ്ടാൾക്കാരുടെ ഇടയ്ക്കായിരിക്കും ചോയ്സ് ഉണ്ടാവുക. അതല്ലച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് മാസങ്ങൾ മുമ്പേ. അപ്പോൾ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തോ ഒരു ഡിസിഷൻ എടുക്കാണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ഇത് ചില ഫിനാൻഷ്യൽ കാര്യങ്ങളും ആവാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യമാവാം, എന്തോ പൈസയുടെ കണക്ഷൻ ഇല്ല പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയോ പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്, ഇല്ലച്ചാൽ അവരുടെ അടുത്തുനിന്ന് പൈസ നിങ്ങൾക്ക് വരണം. അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ കുറേ ചാലഞ്ചിങ് ആയിട്ട് ആണ് കാണുന്നത് ഞാൻ. ഇവിടെ ഞാൻ കാണുന്ന അഡ്വൈസ് 4 സോഡ്സ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ചൊരു ബ്രേക്ക് എടുക്കാനാണ് പറയണത്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ എന്താ വെച്ചാൽ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിനെ കുറേ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമോഷണലി മെൻ്റലി നിങ്ങളെ കുറേ ഡൗൺ ആണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ചൊരു ബ്രേക്ക് എടുക്കാൻ പറയണു. നിങ്ങളുടെ മനസ്സിൽ കുറേ വിഷമമുണ്ട്. എന്താ വെച്ചാൽ പാസ്റ്റിലുണ്ടായ കാര്യം നിങ്ങൾക്ക് കുറേ ഒരു വിഷമമുണ്ട് അതിനെക്കുറിച്ച്. അതിങ്ങനെ ഉണ്ടായി, നിങ്ങളൊരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി അതിനെ ഡിസ്കണക്ട് ചെയ്ത് വാക്ക് അവേ ചെയ്യണു. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇല്ലൊരു ഫാമിലി സിറ്റുവേഷന് നിങ്ങൾ ആ സിറ്റുവേഷനെ അവിടെ തന്നെ എൻഡ് ചെയ്തിട്ട് വാക്ക് അവേ ചെയ്ത മാതിരി ഒരു എനർജി ഇവിടെ കാണാണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയണത് അതിനെ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്ത കാര്യമില്ല. എന്താ വെച്ചാൽ അത് ഓൾറെഡി ഉണ്ടായിരിക്കണു. ഇപ്പോൾ അതിനെ വെച്ച് വിഷമിക്കുക പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കാണ് നോക്കേണ്ടത്. പാസ്റ്റിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 3 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഹിഡൻ ഫാക്ടറിൽ യൂണിവേഴ്സ് പറയണത് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ. എന്താ വെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യത്തിൽ കുറേ സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക് ഈ മാസം. പിന്നെ ഇവിടെ 5 സോഡ്സ് കുറച്ചൊരു നെഗറ്റീവ് എനർജീസുമാണ്. അപ്പോൾ തൽക്കാലം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെച്ചാൽ അതിന്ന് കുറച്ച് ഒരു ബ്രേക്ക് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. തിരിച്ച് അതിൽ ഇൻവോൾവ് ആവാൻ നോക്കണ്ട. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പോസിറ്റീവ് ചേഞ്ച് വരും. അതിന് കുറച്ച് പേഷ്യൻ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഔട്ട്കം നിങ്ങൾക്ക് 4 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഔട്ട്കമ്മിൽ ഞാനൊരു ഹാപ്പി റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഒരു മാരേജിൻ്റെ എനർജി ഉണ്ട്, ഒരു റീകൺസിലിയേഷൻ്റെ എനർജി ഉണ്ട്. ഇവിടെ ഒരു ഫയർ സൈൻ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ ഒരു പ്രഗ്നൻറ്റ് വുമൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഔട്ട്കം വെരി പോസിറ്റീവാണ്. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ്. മേ ബി നിങ്ങൾ കണക്റ്റ് ചെയ്യണ പേഴ്സൺ ഒരു മദറുടെ എനർജി ആവാം, അവർ സിംഗിൾ പേരൻ്റ് ആവാം. പക്ഷേ കുറേ സക്സസ് ഉണ്ട് നിങ്ങൾക്ക്. ഇമോഷണലി കുറച്ചൊരു ചാലഞ്ചിങ് സമയമായിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് പറയണേ? ഒറക്കിൾ മെസ്സേജ് ഇവിടെ എന്താണ് നിങ്ങൾക്ക് അഡ്വൈസ് തരണത്? ഒറക്കിൾ മെസ്സേജ് പറയണത് ഇവിടെ ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജാനുവരി മെസ്സേജ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം വേറെ ഒരു റീഡിംഗ് കൊണ്ടുവരും. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.